അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ 7.3 പെർമ്യൂട്ടേഷൻസ് എന്നുള്ളതിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പെർമ്യൂട്ടേഷനിലേക്ക് പോവാണ്. എന്താണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളത്? അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ഒന്നില്ല, നമ്മൾ മുന്നത്തെ പഠിച്ച റോസ് എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ ഈ അറേഞ്ച്മെൻറ്റ്, ഇപ്പം റോസ് എന്നുള്ള വേർഡിൽ 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വ്യത്യസ്ത വേർഡുകൾ ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് റോസ് ഒന്നാമത്തെ, രണ്ടാമത്തെ നമുക്ക് എന്താക്കാം OSER എന്നാക്കാം. ഓക്കെ, ഓസർ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിലും ഈ റോസ് എന്നുള്ളതിലും 4 വേർഡുണ്ട്, ഇതിലും എന്താണ് 4 വേർഡുണ്ട്. വേർഡുകളൊക്കെ സമമാണ്, പക്ഷെ എന്താണ് അറേഞ്ച്മെൻറ്റ് വ്യത്യസ്തമായി അല്ലേ? ഇപ്പോൾ റോസ് എന്നുള്ള വേർഡിൽ അതുപോലെ അറേഞ്ച്ഡ് അല്ല ഓസർ എന്നുള്ള വേർഡ്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് വ്യത്യസ്തമായി, അറേഞ്ച്മെൻറ്റ് മാത്രമാണ് വ്യത്യസ്തമായത്, അല്ലാത്ത നമ്പർ ഓഫ് വേർഡുകളുടെ അല്ല ലെറ്റേഴ്സിൻ്റെ എണ്ണം 4 ലെറ്റേഴ്സാണ് ഇതിലുള്ളത്, 4 ലെറ്റേഴ്സാണ് ഇതിലുള്ളത്. പിന്നെ അതിലുപയോഗിച്ച ലെറ്റേഴ്സും ROSE എന്നുള്ള ലെറ്റേഴ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത്. എന്ത് മാത്രം വ്യത്യസ്തമായി? അവിടെയുള്ള അറേഞ്ച്മെൻറ്റ് വ്യത്യസ്തമായി. അപ്പോൾ ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ദ ഓർഡർ ഓഫ് റൈറ്റിംഗ് ദ ലെറ്റേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് പെർമ്യൂട്ടേഷൻ്റെ പ്രത്യേകത. അത് അറേഞ്ച്മെൻറ്റിന് പ്രത്യേകത ഉണ്ടാകുമ്പോഴാണ് അത് പെർമ്യൂട്ടേഷനായി മാറുന്നത്. ഓക്കെ, നമ്മൾക്കിപ്പോൾ കണ്ടു റോസ്, റിയോസ്, ഇതിലൊക്കെ കണ്ടില്ലേ, ഇതിലുപയോഗിച്ച് 4 ലെറ്റേഴ്സ് തന്നെയാണ് ഇതിലും 4 ലെറ്റേഴ്സ് സമമായ ഒരേപോലുള്ള ലെറ്റേഴ്സാണ്, പക്ഷെ അറേഞ്ച്മെൻറ്റ് വ്യത്യസ്തമായി. ആ അറേഞ്ച്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്തായി മാറുന്നത്? പെർമ്യൂട്ടേഷനായി മാറുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈച്ച് ഇതിൽ ഓരോ അറേഞ്ച്മെൻറ്റും പറയുന്ന പേരെന്താണ്? പെർമ്യൂട്ടേഷൻ എന്ന് പറയും. അതായത് 4 ലെറ്റേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻ ടേക്കൺ ഓൾ, 4 ലെറ്റേഴ്സ് എടുത്തോണ്ട് അറ്റ് എ ടൈം, ഒരേ സമയത്ത്. അതായത് നമുക്ക് തന്നത് ഏതാണ്? 4 ലെറ്റേഴ്സാണ്. ആ 4 ലെറ്റേഴ്സിൽ 4 ലെറ്റേഴ്സ് എടുത്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള അറേഞ്ച്മെൻറ്റോടെ ഉണ്ടാക്കും. അപ്പോൾ ഓരോ അറേഞ്ച്മെൻറ്റിനും പറയുന്ന പേരെന്താണ്? പെർമ്യൂട്ടേഷൻ എന്നാണ് എന്നുള്ളത്. ഇനി അടുത്തൊരു വേറൊരു ഉദാഹരണം നോക്കുക. ഇഫ് വി ഹാവ് ടു ഡിറ്റർമൈൻ, ഇത് ശ്രദ്ധിക്കട്ടോ, നമ്പർ ഓഫ് 3 ലെറ്റർ വേർഡ്സ്. എത്ര 3 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാം? വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്, അർത്ഥം വേണമെന്നൊന്നുമില്ല, അർത്ഥം ഉണ്ടായാലും കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാക്കാം. ഏത് നമ്പറിൽ നിന്ന്? നമ്പർ എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഇതിൽ 6 ലെറ്റേഴ്സ് ഉണ്ടല്ലോ നമ്പർ എന്നതിൽ, അതിൽ നിന്ന് ഏതെങ്കിലും 3 ലെറ്റർ ഉപയോഗിച്ചിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അവിടെ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അർത്ഥം ഉണ്ടാവട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അത് കുഴപ്പമില്ല, പക്ഷെ മറിച്ച് എന്തിട്ടില്ല, റിപ്പീറ്റേഷൻ ഓഫ് ലെറ്റേഴ്സ് ഈസ് നോട്ട് അലൗഡ്. റിപ്പീറ്റേഷൻ എന്തല്ല, അനുവദനീയമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഈ NUM 3 ലെറ്റേഴ്സ് അതിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റോസിൻ്റെ അവിടെ എന്തായിരുന്നു? 4 ലെറ്റേഴ്സ് എടുത്തിരുന്നു. ഈ നമ്പർ എന്നുള്ള ഇതിൽ നമുക്ക് എന്താക്കാം, 6 ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള എത്ര അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ NUM എന്നുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, NMU എന്നുള്ള അറേഞ്ച്മെൻറ്റ്, അങ്ങനെ ഒരുപാട് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് അവിടെ വി ആർ കൗണ്ടിങ് ദ പെർമ്യൂട്ടേഷൻസ് ഓഫ് 6 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്. 6 വ്യത്യസ്തമായിട്ട് ലെറ്റേഴ്സിൻ്റെ പെർമ്യൂട്ടേഷനാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ അതിൽ എത്രണ്ണം എടുത്തിട്ടുള്ളൂ? ടേക്കൺ 3, 3 എടുക്കണുള്ളൂ. 6 തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 3 എടുത്തിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിനാണ്, ഓരോ അറേഞ്ച്മെൻറ്റും എന്താണ്? ഓരോ പെർമ്യൂട്ടേഷനാണ്. അപ്പോൾ അതാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പം അറേഞ്ച്മെൻ്റ് ആണ്, വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. എത്ര അറേഞ്ച്മെൻറ്റ് ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിതിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ദ റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. നമുക്ക് എന്താക്കാം, എത്ര രൂപത്തിൽ ഉണ്ടാക്കാം? 6. അതായത് നമുക്ക് 3 ലെറ്റേഴ്സാണ് ഉള്ളത്, 3 ലെറ്റേഴ്സ് എടുത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്. 6 ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. 6 ലെറ്റേഴ്സിൽ നിന്ന് ഏതെങ്കിലും 3 ലെറ്റേഴ്സ് എടുക്കുക. അപ്പോൾ ആദ്യത്തെ ലെറ്ററിൻ്റെ സ്ഥാനത്ത് നമുക്ക് 6 ഓപ്ഷൻസ് ഉണ്ട്. ഈ 6 ലെറ്റേഴ്സിൽ നിന്ന് ഏത് ഉപയോഗിക്കാം? രണ്ടാമത്തെ ലെറ്ററിൻ്റെ സ്ഥാനത്ത് ബാക്കിയുള്ള 5 നിന്ന് ഏത് ഉപയോഗിക്കാം? അപ്പോൾ 6 × 5. മൂന്നാമത്തെ ലെറ്ററിൻ്റെ സ്ഥാനത്ത് ബാക്കി 4 ലെറ്റേഴ്സിൽ നിന്ന് ഏത് ഉപയോഗിക്കാം? അപ്പം മൊത്തത്തിൽ എന്തായി? 6 × 5 × 4 എന്ന രൂപത്തിലായി.
ഓക്കെ, നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. ഇതിൽ ഓരോ അറേഞ്ച്മെൻറ്റും ഓരോ പെർമ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി വേറൊരു ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കണ്ടില്ലേ, ബൈ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 6 ലെറ്റേഴ്സിൽ നിന്ന് 3 ലെറ്റേഴ്സ് എടുക്കുമ്പോൾ റിപ്പീറ്റേഷൻ ഒരു വട്ടം ഉപയോഗിച്ച ലെറ്റർ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ആ റിപ്പീറ്റേഷൻ ഓഫ് ദ ലെറ്റേഴ്സ് അനുവദനീയമാണെങ്കിൽ എത്ര നമ്പേഴ്സ് നമുക്ക് എത്ര വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതിനിപ്പോൾ എന്താ വെച്ചാൽ വിൽ ബി എന്താ ചെയ്യും 6 എന്നുള്ളതാണ്. കാരണം ആദ്യ ലെറ്ററില്ലേ, ഇപ്പോൾ 3 ലെറ്ററാണ് ഉണ്ടാകുക. അപ്പോൾ ആദ്യത്തെ ലെറ്ററിൻ്റെ സ്ഥാനത്ത് 6 ലെറ്റേഴ്സിൽ ഏത് ഉപയോഗിക്കാം, രണ്ടാമത്തെ ലെറ്ററിൻ്റെ സ്ഥാനത്തും 6 ലെറ്റേഴ്സിന് ഏത് ഉപയോഗിക്കാം, കാരണം റിപ്പീറ്റേഷൻ അനുവദനീയമാണ്. മൂന്നാമത്തെ ലെറ്ററിൻ്റെ സ്ഥാനത്തും 6 ലെറ്റേഴ്സിന് ഏത് ഉപയോഗിക്കാം. അപ്പോൾ 6 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ പെർമ്യൂട്ടേഷൻ എന്ന അറേഞ്ച്മെൻറ്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ, കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാണ്. ഏതിനെയാണ് അറേഞ്ച് ഓഫ് നമ്പർ ഓഫ് ഒബ്ജക്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ഒബ്ജക്റ്റുകൾ. ടേക്കൺ സം, ഒന്നെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കും. ഇപ്പോൾ കുറച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്പർ എന്നുള്ളതിൽ എത്ര ഒബ്ജക്റ്റ് ഉണ്ട്, ഇതിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ ഇതിലിപ്പോൾ ലെറ്റേഴ്സാണ് 1 2 3 4 5 6 ഒബ്ജക്റ്റ് ഉണ്ട് ഇതിൽ. ഓക്കെ, ഈ 6 ഒബ്ജക്റ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓർഡർ. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ടേക്കൺ സം, അതിൽ ചിലത് മാത്രം, ഈ നമ്പറിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്താണ് 3 മാത്രമേ ഒരു സമയത്ത് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഓർ ഓൾ, അല്ലെങ്കിൽ ഈ 6 എടുക്കാം. നമ്മൾ റോസ് എന്നുള്ള ഓപ്ഷനിൽ എന്തായി, റോസ് എന്നുള്ളതിൽ നമ്മൾ 4 വേർഡ്സ് എടുത്തു, എല്ലോ എടുത്തു. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ, കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓഫ് എ നമ്പർ ഓഫ് ഒബ്ജക്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റുകളെ. ടേക്കൺ സം, ഒന്നെങ്കിൽ അതിൽ നിന്ന് ചിലതെടുക്കുക, അല്ലെങ്കിൽ ഓർ ഓൾ, അല്ലെങ്കിൽ എല്ലാം എടുക്കുക അറ്റ് എ ടൈം, ഒരേ സമയത്ത്. അപ്പോൾ നമുക്ക് എന്താക്കാം ഇനി, അപ്പോൾ അതാണ് ഡെഫിനിഷന് പെർമ്യൂട്ടേഷൻ. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, പെർമ്യൂട്ടേഷനിൽ എന്താ ഇമ്പോർട്ടൻസ് ഉള്ളത്, പ്രാധാന്യമുള്ളത് അറേഞ്ച്മെൻറ്റിനാണ്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് വേർഡ്സിന്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഒബ്ജക്റ്റിനാണ്. അപ്പോൾ ഓർഡർ ഓഫ് ഒബ്ജക്റ്റിന് പ്രാധാന്യമുണ്ടാവുകയും വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ കോമ്പിനേഷൻസ്, അതില്ലെങ്കിൽ അതിൻ്റെ ഓർഡറുകൾ കണ്ടെത്തുകയും ചെയ്താൽ ഓരോ അറേഞ്ച്മെൻറ്റ് എന്താണ്, ഓരോ പെർമ്യൂട്ടേഷനായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടും. ഓക്കെ, അതിനുള്ള ഫോർമുലയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെർമ്യൂട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് മുന്നോട്ട് പോവാണ്. ഇനി പെർമ്യൂട്ടേഷൻ, അടുത്ത സബ് ഹെഡിങ് നോക്കാം. 7.3.1 പെർമ്യൂട്ടേഷൻ വെൻ ഓൾ ദി ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. എങ്ങനെ, നമുക്ക് നൽകപ്പെട്ട എല്ലാ ഒബ്ജക്റ്റുകളും വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്, അല്ലെങ്കിൽ വൈവിധ്യമായിട്ടുള്ള ഒബ്ജക്റ്റുകളാണെങ്കിൽ എന്തായിരിക്കും പെർമ്യൂട്ടേഷൻ. ഓക്കെ, അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പെർമ്യൂട്ടേഷന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തു, റോസ് എന്നുള്ള ഉദാഹരണത്തിലൂടെയും അതുപോലെ തന്നെ നമ്പർ എന്നുള്ള ഉദാഹരണത്തിലൂടെയും ചെറുതായിട്ട് ചർച്ച ചെയ്തു. ഇനി നമ്മൾ എന്താക്കുക, അതിൻ്റെ ഓരോ സബ്സെക്ഷനിലേക്ക് പോവുകയാണ്. എന്താണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളതെന്ന് പറഞ്ഞു. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഒബ്ജക്റ്റ്, നമുക്ക് നൽകപ്പെട്ട ഒബ്ജക്റ്റുകളുടെ ഓർഡറിന് അല്ലെങ്കിൽ അവരുടെ അറേഞ്ച്മെൻറ്റിന് പ്രാധാന്യമുണ്ടാകുമ്പോൾ നമുക്ക് എത്രത്തോളം അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് പെർമ്യൂട്ടേഷനിലൂടെ നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇനി ഓരോന്നും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്കിനി പറയാൻ പോകുന്നത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ വെൻ ഓൾ ദി ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, അതാണ് ഈ അടുത്ത സബ് ഹെഡിങ്. എല്ലാ ഒബ്ജക്റ്റും, നമുക്ക് നൽകപ്പെട്ട ഒബ്ജക്റ്റുകൾ ഓരോന്നെന്താണ് വൈവിധ്യമായിട്ടുള്ള ഒബ്ജക്റ്റാണ്, അതായത് ഒന്നിനോട് സാമ്യതയല്ല. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ കണ്ടെത്തുക. അപ്പോൾ അതിൽ ഒന്നാമത് ശ്രദ്ധിക്കുക, ആ തിയറം 1, ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ്റെ നമ്പർ, എത്ര പെർമ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ട് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള n ഒബ്ജക്റ്റുകളുണ്ട്. അതിൽ n എന്ന് പറഞ്ഞാൽ 10 ആകാം, 15, എത്രയാകാം. ടേക്കൺ ആർ അറ്റ് എ ടൈം, അതിൽ നിന്ന് നമ്മൾ നേരത്തെ നമ്പർ എന്നുള്ളതിൽ 6 നമ്പേഴ്സ് തന്നിരുന്നു, അല്ലെങ്കിൽ 6 ലെറ്റേഴ്സ് തന്നിരുന്നു. 6 ലെറ്റേഴ്സിന് നമ്മൾ എത്ര എടുത്തത്, 3 എടുത്തത്. അതുപോലെ ഇപ്പം എന്താണ് ഇവിടെ നമുക്ക് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, അത് 6 ആകാം, 10 ആകാം, എത്രയാകാം. അതിൽ നിന്ന് എടുക്കുന്നത് ടേക്കൺ ആർ അറ്റ് എ ടൈം, 6 ഒബ്ജക്റ്റുകളാണ് എടുക്കുന്നത്. 6 എന്ന് പറഞ്ഞാൽ അതും എത്രയാകാം. അപ്പം അത് പറയുന്നുണ്ട് അവിടെ കണ്ടീഷൻ എന്താണ്, ഈ 0യേക്കാൾ വലുതായിരിക്കണം 6 എന്നുള്ളത്. അത് നമ്മളിപ്പോൾ നമ്പർ, നേരത്തെ പറഞ്ഞ നമ്പർ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഒരു വേർഡിൽ നിന്ന് 6 ലെറ്റേഴ്സ് നൽകിയതിൽ നമ്മൾ എടുത്തത് എത്രയാണ്, വേർഡ് ഉണ്ടാക്കാൻ 3 എടുത്തത്. അപ്പോൾ ഈ 6 എന്നുള്ളത് ഇവിടെ n എന്നുള്ളതില്ലേ, ഇവിടെ n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്, ആ n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഈ നമ്പർ എന്നുള്ളതിൽ 6 ലെറ്റേഴ്സാണ്.
പിന്നെ ടേക്കൺ ആർ, ഇവിടെ ആറ് ലെറ്റേഴ്സ് അവിടെയുള്ള ആർ എന്തായിരിക്കും, നമ്മൾ നമ്പർ എന്നതിൽ നിന്ന് എത്ര എടുത്തു, 3 എടുത്തു. 3 കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 6 കൊണ്ട് ഉദ്ദേശം അവിടെ ഈ 6 കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, 3 എന്നുള്ള നമ്പർ അല്ലെങ്കിൽ ഏത് നമ്പറും ആകാം. അപ്പോൾ അതിൽ കണ്ടീഷൻ എന്താണ്, വേറെ 0 എന്തായിരിക്കണം, 0യേക്കാൾ വലുതായിരിക്കണം 6 എന്നുള്ളത് എടുക്കുന്നത്. അപ്പോൾ അതിന് ആ 6നേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ആൻഡ് ദ ഒബ്ജക്റ്റ് ഡു നോട്ട് റിപ്പീറ്റ്, ഒബ്ജക്റ്റിൽ എന്താവുന്നില്ല, റിപ്പീറ്റായി വരുന്നും ഇല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എത്രയായിരിക്കും, ഈ ഇതായിരിക്കും n-n-1 n-2 അങ്ങനെ പോയിട്ട് n-r+1 എന്ന് വരെ എത്തും. അതായത് നമ്മളിപ്പോൾ റോസിൽ കണ്ടില്ലേ, റോസിൽ ഇപ്പോൾ എന്താ ചെയ്തത്, 4 ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് 4 × 3 × 2 × 1 എന്ന രീതി, അതായത് n-n-1 n-2 അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ n-r, അപ്പോൾ നമ്മളോട് ഇപ്പോൾ എന്താ പറഞ്ഞത്, ഇവിടെ n-r+1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റോസിൻ്റെ വിഷയത്തിൽ 4 × ഇത് n, ഇനി 4 - 1 × 4 - 2 × 4 - 3 ഇതുവരെ എത്തും അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 6 വെച്ച് എഴുതുമ്പോൾ 4 - 3, ഇനി 6 അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഇവിടെ 6 തന്നിട്ടുള്ളത്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ n-r+1 എന്ന രീതി വരെ നമുക്ക് കൊണ്ടുചെല്ലണം. അതായത് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ 4 × 4 - 1 × 4 - 2 × 4 - 3 വരെ നമുക്ക് എന്താകാം, ഈ റോസിൻ്റെ വിഷയം, റോസ് എന്നുള്ള ഉദാഹരണത്തിൽ നമുക്ക് പോകാം. അപ്പോൾ ഈ 4 - 3 ആണ് അവസാനമുള്ളത്. കാരണം 4 വേർഡല്ലേ ഉള്ളൂ, ഒന്നാമത്തെ വേർഡ്, രണ്ടാമത്തെ വേർഡ്, മൂന്നാമത്തെ വേർഡ്, നാലാമത്തെ വേർഡ്, അല്ല നാലാമത്തെ ലെറ്റർ, ഒന്നാമത്തെ ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ, മൂന്നാമത്തെ ലെറ്റർ, നാലാമത്തെ ലെറ്റർ. നാലാമത്തെ ലെറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 4 - 3 1, ഒരു ലെറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ എന്തുണ്ട്, ഇവിടെ 4 ലെറ്റർ ഉപയോഗിക്കണം. അപ്പോൾ n ഇവിടെ എന്താണ്, നമുക്ക് ഈ റോസ് എന്നുള്ള വിഷയത്തിൽ n എന്ന് പറഞ്ഞാൽ 4 ആണ്, r എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ n-r, ഇവിടെ 6ഉം 4, അപ്പോൾ 4 - 4 + 1, അവസാനം എന്ത് വേണം, 1 വേണം. അപ്പോൾ 4 - 4 0, 0 + 1 1. അപ്പോൾ അവസാനം എന്തുണ്ട്, ഒരു ലെറ്റർ നമുക്ക് അറിയുന്ന അതിൽ നിന്ന് ഒരു ലെറ്റർ ബാക്കിയുണ്ടാവും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എത്ര ഒബ്ജക്റ്റുകൾ നമുക്ക് നൽകപ്പെട്ട ഒബ്ജക്റ്റുകൾ n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകൾ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 6ഉം, അങ്ങനെ എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഫോർമുല, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഇതായിരിക്കും n-1 n-2 അങ്ങനെ പോയിട്ട് n-r+1 എന്നുള്ള രീതി വരെ എത്തുമെന്നുള്ളത്. ഓക്കെ അല്ലേ. അതാണ് നമ്പർ ഓഫ്, അത്രത്തോളം അറേഞ്ച്മെൻറ്റ് നമുക്ക് പറ്റും. അപ്പം നമ്പർ എന്നുള്ള ഉദാഹരണത്തിൽ നമുക്ക് n, അപ്പോൾ നമ്പർ എന്നുള്ള ഉദാഹരണമാണ്. നമ്പർ എന്നുള്ള ഉദാഹരണത്തിൽ ശ്രദ്ധിക്കുക, n = എത്ര ഒബ്ജക്റ്റ് ഉണ്ട്, 1 2 3 4 5 6, 6 ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ 6 എത്ര നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 3 ആണ്. അപ്പോൾ 6 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 6 ഒന്നാമത്തെ 6 ഉപയോഗിക്കും, രണ്ടാമത്തേൽ 6 - 1 ഉപയോഗിക്കും, അപ്പോൾ 5, മൂന്നാമത്തിൽ 6 - 2 ഉപയോഗിക്കും, അപ്പോൾ 4. അപ്പോൾ 1 2 3 സ്ലോട്ടും നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ചെയ്തു. അപ്പോൾ 6 × 5 × 4, ഈ 4-നാണ് എന്ത് പറയുന്നത്, ആ 4-നെ കുറിച്ചാണ് ഉദാഹരണത്തിൽ ഈ ഇതിൽ എന്ത് പറഞ്ഞത്, അവസാനത്തേതാണ് ഏത്, n-r+1. ഇപ്പോൾ n നമുക്ക് തന്നത് എത്രയാണ്, ശ്രദ്ധിക്കുക, n നമുക്ക് തന്നത് 6 ആണ്. നമ്മൾ നമ്പർ എന്നുള്ള ഉദ്ദേശത്തിൽ 6 എന്നുള്ളത് എത്രയാണ്, 3 ആണ്. അപ്പോൾ 6 - 3 3 ആയി, പിന്നെ +1 4 ആയി. അപ്പോൾ ആ 4 ആണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ട് 6 × 5 × 4 എന്ന് ഈ 4 എഴുതിയത്. ഓക്കെ അല്ലേ. 6 - 3 3 +1 4, അപ്പോൾ ആ 4 ആണത്. ഓക്കെ അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പെർമ്യൂട്ടേഷൻ വെൻ ഓൾ ദ ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റിൻറ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് എങ്കിൽ പെർമ്യൂട്ടേഷൻ എത്രയായിരിക്കും, എങ്ങനെയാണ് കണ്ടെത്തുക, അതാണ് പറയുന്നത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്, പെർമ്യൂട്ടേഷൻ നമ്പർ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്,
വ്യത്യസ്തമായിട്ടുള്ള n ഒബ്ജക്റ്റുകളുടെ പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെൻറ്റ് എങ്ങനെയുള്ള അപ്പോൾ അത് ടേക്കൺ ആർ അറ്റ് എ ടൈം. അതിൽ നിന്ന് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ നിന്ന് ആറ് അല്ലെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ അത് ഏതും ആകാം, 6 ഒബ്ജക്റ്റുകളാണ് എടുക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പെർമ്യൂട്ടേഷൻ്റെ നമ്പർ എത്രയായിരിക്കും? ശ്രദ്ധിക്കുക, ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു ഡാഷ് അങ്ങനെ n മൈനസ് ആർ പ്ലസ് 1 എന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതിൽ കണ്ടീഷൻ എന്താണ്? 0യേക്കാൾ വലുതായിരിക്കണം 6. അപ്പോൾ നമുക്ക് ഇപ്പോൾ 0 ആകാൻ പാടില്ല. കാരണം എന്താണ്? നമ്പർ എന്നുള്ള ഇത് തന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾക്ക് എന്താക്കാം 0 വേർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് 0 ലെറ്റർ എടുത്തിട്ട് ഒരു വേർഡ് ഉണ്ടാക്കണം. നമുക്ക് കഴിയില്ല. അപ്പോൾ 0നേക്കാൾ വലുതായിരിക്കണം 6 എന്നുള്ളത്. 6നേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം n എന്നുള്ളത്. നമുക്കിപ്പോൾ ഇങ്ങനെ തന്നു, നമ്പർ എന്നുള്ള 6 ലെറ്റർ ഉപയോഗിച്ചിട്ട് 7 ലെറ്ററുള്ള വേർഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ എന്താണ് 7 ഇപ്പോൾ നമ്പർ എന്നുള്ളതിൽ 6 ലെറ്റർ ഉപയോഗിച്ചിട്ട് 7 ലെറ്ററുള്ള വേർഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ അതാണ് ഈ 6 എന്നുള്ളത് n-നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്പർ എന്നുള്ളതിൽ 6 ലെറ്റർ ഉപയോഗിച്ചിട്ട് 6 നമ്പറുള്ള 6 ലെറ്റേഴ്സുള്ള വേർഡ് ഉണ്ടാക്കാം, പക്ഷേ 7 ലെറ്റേഴ്സുള്ള വേർഡ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 6നേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം n എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഇനി ഒന്ന് പ്രൂഫ്, ഓക്കെ, ആ പ്രൂഫും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫാണ് കാണുന്നത്, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അവസാനം കണ്ടില്ലേ, ഈ പെർമ്യൂട്ടേഷന് സൂചിപ്പിക്കുന്നത് NPR എന്നുള്ളതിലാണ്. ഇത് n ഒബ്ജക്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാകും, പിന്നെ അതിൽ നിന്ന് 6 ഒബ്ജക്റ്റുകളാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് NPR എന്ന രീതിയിലാണ് പെർമ്യൂട്ടേഷനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ പ്രൂഫ് ശ്രദ്ധിക്കാം, എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാവും എന്നുള്ളത്. ദർ വിൽ ബി ആസ് മെനി പെർമ്യൂട്ടേഷൻ ആസ് ദർ ആർ വേസ് ഓഫ് ഫില്ലിംഗ് ഇൻ 6 വേക്കൻറ്റ് പ്ലേസസ്. അപ്പോൾ 6 വേക്കൻറ്റ് പ്ലേസ് അത് എത്രയും ആകാം. ഓക്കെ, ആ 6 വേക്കൻറ്റ് പ്ലേസിന് നമുക്ക് എത്ര ഒബ്ജക്റ്റുകൾ കൊണ്ട്? n ഒബ്ജക്റ്റുകളെ കൊണ്ട് നടക്കാം. ഇതിപ്പോൾ നമുക്കൊരു 10 ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10 വരെ ആകാം. അപ്പോൾ 10 അല്ലെങ്കിൽ ഇപ്പോൾ 6 വേക്കൻറ്റ് പ്ലേസ് എത്രയാകാം? n ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാകാം. പക്ഷേ n-നേക്കാൾ ഈക്വലോ അല്ലെങ്കിൽ ചെറുതോ ആയിരിക്കണം 6 എന്നുള്ളത്. അപ്പോൾ അത്രയും രീതിയിൽ നമുക്ക് എന്താകാം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, അത് വിശദീകരിക്കണം. ദ ഫസ്റ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ n വേസ്, n രൂപത്തിൽ. കാരണം നമുക്ക് എന്തുണ്ട്, n എന്നുള്ളത് 10 ആണെങ്കിൽ 10 രൂപത്തിൽ ഒന്നാമത്തെ സ്ഥലം നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി ദ സെക്കൻഡ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ n-1 വേസ്, n-1 രൂപത്തിൽ നമുക്ക്, അതായത് നേരത്തെ 10 ഉപയോഗിച്ച് n എന്നുള്ളത് 10 ആണെങ്കിൽ രണ്ടാമത്തെ പ്ലേസ് 9 ആയിരിക്കും, n-1. മൂന്നാമത്തെ പ്ലേസ് എന്തായിരിക്കും? n-2 ആയിരിക്കും, അതായത് 8 നമ്മളെ ഉദാഹരണത്തിൽ. അങ്ങനെ 6th പ്ലേസ് നമുക്ക് അവസാനമുള്ള 6ാമത്തെ, കാരണം 6 വേക്കൻറ്റ് പ്ലേസ് എന്നുള്ളത് 6th പ്ലേസ്. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റർ 6th പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ ഏത് രൂപത്തിൽ? n-r-1 എന്നുള്ളത്. അതാണ് നമ്മൾ നേരത്തെ എങ്ങനെ എഴുതിയത്? ഈ ബ്രാക്കറ്റിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ എഴുതിയിരുന്നു n-r+1 എന്ന് എഴുതിയിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ 6 എന്നുള്ളത്, പിന്നെ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മൈനസും കൂടിയിട്ട് അവിടെ പ്ലസ് ആവും. അപ്പോൾ അതാണ് എന്ത് എഴുതുന്നത്? n-r+1 എന്നുള്ളത്. ഓക്കെ, ബ്രാക്കറ്റിലാണെങ്കിൽ n-r-1 എന്നുള്ളതും. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് വേസ് ഫില്ലിംഗ് ഇൻ 6 വേക്കൻറ്റ് പ്ലേസ് ഇൻ സക്സഷൻ ഈസ് n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു ഡാഷ്, എന്നിട്ട് ഇത് n-r-1, അല്ലെങ്കിൽ ആ n-r-1 എന്നുള്ള രൂപത്തിൽ n-r+1 എന്നും ഉപയോഗിക്കാം. കാരണം ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് നേരത്തെ ഉള്ളതിൽ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ രൂപത്തിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പം നമ്മൾ റോസ് എന്നുള്ളതിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം 4 ലെറ്റർ വേർഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എത്ര 4 ലെറ്റർ വേർഡ് ഉണ്ടാക്കുക എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യം 4 ഓപ്ഷൻസ് ഉണ്ട്, 4 ലെറ്റേഴ്സിൽ ഏത് ഉപയോഗിക്കാം. പിന്നെ 4-1 3 ഉപയോഗിക്കാം. പിന്നെ 4-2 2, പിന്നെ 4-3 എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്.
ഇനി നമ്പർ ചെയ്യാന്നുള്ള എക്സാമ്പിൾ നമ്മൾ 6 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ, 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ N എന്നുള്ളത് 6ആണ്. എത്ര ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് വേർഡ് ഉണ്ടാക്കാൻ പറഞ്ഞത്? 3 ലെറ്റർ. അതിൽ 3 ലെറ്റർ വേർഡ്സാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ 6 3ആണ്. അപ്പം 6 × 5 × 4, അതായത് 6 × 6 - 1 അത് 5, പിന്നെ ഇൻറ്റു 6 - 2 അത് 4 ആയിരിക്കും, 6 - 2. അപ്പോൾ 6 × 5 × 4 എന്ന രീതിയിലാണ് അത്ര വ്യത്യസ്തമായിട്ടുള്ള വേർഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത്. ഓക്കെ അല്ലേ? പക്ഷേ ഇതെന്താണ്, ഒരു വളരെ ഭാരം പിടിച്ച സമയം. ഇപ്പോൾ നമുക്ക് 10ൻ്റെ അടിയിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ, ഇപ്പോൾ 10 × 10 - 1 9 × 10 - 2 8 അങ്ങനെ എന്താകാം, 10ൻ്റെ അടിയിലേക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇനി വലിയ സംഖ്യകളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ഒരുപാട് നീണ്ട എന്തായാലും ഫോർമുല ആയിട്ട് വരും. ഈ ഫോർമുല ഇങ്ങനെ n × n - n - 1 × n - 2 × n - n - r - 1 എന്നുള്ളത് ഒരു ലോങ് ആയിട്ടുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു എന്തായിട്ട് വരും, ഫോർമുല ആയിട്ട് വരും. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, ഇതിന് വേറൊരു ഫോർമുല കണ്ടെത്തുന്നത്. അതെന്ത് വെച്ചിട്ടാണ്, ദ സിമ്പിൾ n ഫാക്ടോറിയൽ. ആ ഫോർമുലയുടെ ആ ലെങ്തി ഫോർമുലയെ വളരെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് n ഫാക്ടോറിയൽ വെച്ചിട്ട്. അത് ഈ n ഫാക്ടോറിയൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനെ വായിക്കുന്നത് ഫാക്ടോറിയൽ n എന്നുള്ളത്, അല്ലെങ്കിൽ n ഫാക്ടോറിയൽ എന്നാണ് വായിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് n ഫാക്ടോറിയൽ എന്നുള്ളത് നമുക്കിനി ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ഇതിൻ്റെ ഫോർമുല പറഞ്ഞു. ആ ഫോർമുല എന്താണ്, കുറച്ച് ലെങ്തി ഫോർമുലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലെങ്തി ഫോർമുലയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ n ഫാക്ടോറിയൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, n ഫാക്ടോറിയൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനെ വായിക്കുന്നത് ഫാക്ടോറിയൽ n അല്ലെങ്കിൽ n ഫാക്ടോറിയൽ. n എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യ ആകാം, 1 2 3 4 അങ്ങനെ ഏത് സംഖ്യ ആകാം. ഇനി എന്താണ് n ഫാക്ടോറിയൽ, അല്ലെങ്കിൽ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ.